ഇന്നത്തെ കേക്കിന് കേക്ക് സ്പോഞ്ചല്ല കേട്ടോ, പകരം ഞാൻ ബ്രെഡിൻ്റെ സ്ലൈസസ് ആണ് എടുത്തിട്ടുള്ളത്. 6 ബ്രെഡിൻ്റെ സ്ലൈസസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിലെ ഭാഗം ബ്രൗൺ കളർ ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് ഇതേ 2 ബ്രെഡ് വീതം ഓരോ ലെയറിൽ കൊടുത്താണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഷുഗർ സിറപ്പ് ചെയ്തിട്ടില്ല, കാരണം ഇത് ഞാൻ പെട്ടെന്ന് ചെയ്ത് അപ്പോഴേ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കേക്കാണ്. അതുകൊണ്ട് ഞാൻ സ്ലൈസസിലൊന്നും ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടില്ല. ക്രീം കൊടുക്കുന്നുണ്ട്, മുകളിൽ ന്യൂട്ടെല്ലയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ ക്രീമിനകത്ത് ഞാൻ ന്യൂട്ടെല്ല അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഹാസൽനട്ടോട് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ലെയറിലും 2 സ്ലൈസ് വെച്ചിട്ടാണ് കേട്ടോ രണ്ടാമത്തെ ലെയർ കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ആണ്. അപ്പോൾ കേക്ക് സ്പോഞ്ച് ഉണ്ടാക്കാത്തതിൻ്റെ മെയിൻ കാര്യം, ഞങ്ങൾക്ക് ഇവിടെ ഉത്സവവും മറ്റുമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആൾ ഒരു അരമണിക്കൂറുടെ കഴിയുമ്പോൾ തിരിച്ചെത്തും. അപ്പോൾ അതിന് മുന്നായിട്ട് ഇത് ചെയ്ത് വെച്ച് ആൾ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഞാനത് ചെയ്ത് തീരുന്നതിന് മുമ്പേ ആൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞ് പാളീസായിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനിത് കംപ്ലീറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ക്രം കോട്ട് ചെയ്ത് കൂടെ തന്നെ ഫിനിഷ് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ കുറച്ച് ഹാസൽനട്ടും അതുപോലെ ഫെറോയുടെ ചോക്ലേറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഹസ്ബൻഡ് കേക്ക് കൊടുത്തപ്പോൾ പറഞ്ഞത്, നീ ബ്രെഡിൻ്റെ ഷേപ്പ് പോലും മാറ്റാതെ എനിക്കൊരു ഉടായ്പ കേക്ക് ഉണ്ടാക്കി തന്നല്ലോ എന്നാണ് കേട്ടോ. കേക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും പൊളിയല്ലേ.